പടത്തിൻ്റെ പേര് സെൻഡ് ഹെൽപ്പ്. അപ്പോൾ എനിക്ക് ഈ പടം കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് ഇന്ന് തന്നെ റിവ്യൂ ഇടുന്നത് വാശി. ഞാൻ പൊതുവെ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ അടുത്ത ദിവസം രാവിലെയൊക്കെ ആയിട്ട് പതിയെ റിവ്യൂ ഇടാറുള്ളൂ. ഇപ്പോൾ പ്രകമ്പനം, വലതുവശത്തേക്ക് കള്ളം കണ്ടു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ആയിരുന്നു ഞാൻ റിവ്യൂ പറഞ്ഞത്. എനിക്ക് ഈ പടം എന്തോ ഇപ്പം തന്നെ ഇതിനെക്കുറിച്ച് എനിക്ക് എന്ത് തോന്നിയെന്ന് പറയണം ഒരാഗ്രഹം. അതുകൊണ്ട് ഇന്ന് തന്നെ പടം കണ്ടു കഴിഞ്ഞ് വന്ന വഴി നേരെ വീഡിയോ എടുക്കാൻ കയറി. സെൻഡ് ഹെൽപ്പ് പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് സാം റെയ്മി, ഡയറക്ടർ ഓഫ് സ്പൈഡർമാൻ ട്രിലജി, നമ്മുടെ ടോബി മഗ്വയറിൻ്റെ സ്പൈഡർമാൻ. ഞാനൊക്കെ സൂര്യ ടി വിയിൽ കണ്ട് വളർന്ന ഒരാളാണ്. എൻ്റെ മലയാളം ഡബ്ബാട്ടോ ആദ്യം കണ്ടത് സ്പൈഡർമാൻ്റെ ഒക്കെ. സ്പൈഡർമാൻ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഒക്ടോബസ് വില്ലൻ, മറ്റേ ഗോബ്ലിൻ, ഇതൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ ഡയറക്റ്റ് ചെയ്ത വേറെ പടമാണ് ഈവിൽ ഡെഡ് സീരീസ് ഉണ്ട്. ഈവിൽ ഡെഡ് ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട്, ആർമി ഓഫ് ഡാർക്ക്നെസ്. പിന്നെ ഇങ്ങേരുടെ ഈ പടം ഡോക്ടർ സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് ഇങ്ങേരെ ഡയറക്റ്റ് ചെയ്ത പടമാണ്. പിന്നേരുടെ ഒരു പടമാണ് ഇപ്പോൾ സെൻഡ് ഹെൽപ്പ് എന്നൊരു പടം. ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങി കഴിഞ്ഞ ഈ വെള്ളിയാഴ്ച 30th ഇറങ്ങുന്നത്. എനിക്ക് ഇന്നാണ് പടം കാണാൻ ടൈം കിട്ടിയത്. ആൻഡ് പടം ഒരു മണിക്കൂർ 54 മിനിറ്റ് പടമുണ്ട്. ഹൊറർ, കോമഡി, സർവൈവൽ, ത്രില്ലർ കാറ്റഗറിയിൽ പെടുന്ന പടമാണ്. എ സർട്ടിഫിക്കറ്റ് ആണ് ഫിലിമിന് കിട്ടിയേക്കുന്നത്. 3D പടമാണ്. ആൻഡ് ഓൾസോ ഫ്ലാറ്റ് ആസ്പെക്ട് റേഷ്യോ. ഞാൻ ഈ സിനിമ കാണാൻ ആദ്യത്തെ കാര്യം, ഞാൻ ഡയറക്ടറിൻ്റെ പേര് നോക്കുന്ന മുമ്പ് ഞാൻ നോക്കിയത് ഓക്കെ ഹൊറർ ഫിലിം, ഓക്കെ എൻ്റെ ഫേവറേറ്റ് ജോണറാണ്, ഒന്ന് ട്രൈ അടിക്കാം. ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കേസ് ഇത് 3Dയിലാണ്. മൂന്നാമത്തെ കേസ് ഫ്ലാറ്റ് ആസ്പെക്ട് റേഷ്യോയിലാണ് ഫിലിം എടുത്തേക്കുന്നത്. എന്നിട്ടാണ് ഞാൻ ഡയറക്ടറിൻ്റെ പേര് ശ്രദ്ധിക്കുന്നത്. പടം അതുപോലെ തന്നെ മ്യൂസിക് ചെയ്തേക്കുന്നത് ഡാനി എൽഫ്മാൻ. ഡാനി എൽഫ്മാൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇത് മെൻ ഇൻ ബ്ലാക്ക് സീരീസ്, 50 ഷെയ്ഡ്സിൻ്റെ സീരീസൊക്കെ മ്യൂസിക് ഇങ്ങേരെ വർക്ക് ചെയ്തേക്കുന്നത്. സ്പൈഡർമാൻ ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട് ഇങ്ങേരുടെ മ്യൂസിക്. ബാറ്റ്മാൻ റിട്ടേൺസ് ഒക്കെ ഡാനി എൽഫ്മാൻ്റെ മ്യൂസിക്കാണ്. ബീറ്റിൽ ജ്യൂസ്, അങ്ങനത്തെ കുറേ പടങ്ങളുണ്ട് ഇങ്ങേരുടെ. അപ്പോൾ പടത്തിൻ്റെ കേസ് പറഞ്ഞാൽ ഞാൻ ഈ കൊല്ലം സ്റ്റാർട്ട് ചെയ്ത് ഇതുവരെയും കണ്ട പടങ്ങളിൽ കുറേ പടങ്ങൾ ഞാൻ കാണാത്തില്ല കേട്ടോ. ബോർഡർ 2 ഞാൻ കണ്ടിട്ടില്ല. ബേബി ഗേൾ, മാജിക് മഷ്റൂംസ്, ഇതൊന്നും എനിക്ക് കാണണമെന്ന് തോന്നിയില്ല. കണ്ട പടങ്ങളിൽ ബെസ്റ്റ് എക്സ്പീരിയൻസ് ഈ പടം. ഏറ്റവും കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ഞാൻ കണ്ടത് ഫോറം മോൾ സ്ക്രീൻ 6ലാണ്. കൊച്ചി ഫോറം മോൾ സ്ക്രീൻ 6. ഫ്ലാറ്റ് ആസ്പെക്ട് റേഷ്യോ ഉള്ള സ്ക്രീനാണ്. പടം ഫ്ലാറ്റിൽ എടുത്തേക്കുന്നത്, അതുകൊണ്ട് സെറ്റായിരുന്നു പടം. ബട്ട് സ്റ്റിൽ ഞാനിത് തിയേറ്ററിൽ കണ്ടിട്ട് ഈ സ്ക്രീനിൽ കണ്ടിട്ട് ബെസ്റ്റ് എക്സ്പീരിയൻസാണ് കിട്ടിയത്. അത്രയും ക്വാളിറ്റി ഉള്ള കണ്ടന്റാണ് കിട്ടിയേക്കുന്നത്. DCP പടത്തിൻ്റെ DCP 3D പടം ആയതുകൊണ്ട് 2K DCP ആയിരിക്കും വരാം. ബട്ട് സ്റ്റിൽ അതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ട് മോനെ. അതുപോലെ തന്നെ പടത്തിൻ്റെ സൗണ്ട് ഡിസൈനിങ്ങും സൗണ്ട് മിക്സിങ്ങും ഞാൻ കണ്ടത് ഈ 4K ലേസർ ഡോൾബി 7.1 ആണ് ഇവിടുത്തെ സ്ക്രീൻ 6 ഫോറം മാളിലെ. ചെറിയ ഫ്ലാറ്റ് ആസ്പെക്ട് റേഷ്യോ ആണ്, ബട്ട് ചെറിയ സ്ക്രീനാണ്. ഡോൾബി 7.1 ഞാൻ കണ്ടത്. എന്നിട്ട് വരുന്ന സൗണ്ടിൻ്റെ സൗണ്ട് ഡിസൈനിങ്, സൗണ്ട് മിക്സിങ്, ഈ സൈഡിൽ നിന്ന് കീടിലനായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറയട്ടെ, ഈ ഫോറം മോൾ സ്ക്രീൻ 6 നോർമൽ 3D മോഡുലേറ്ററാണ് യൂസ് ചെയ്യുന്നത്. ഈ റിയൽ ഡി 3Dയുടെ മോഡുലേറ്റർ അല്ല. ഇപ്പോൾ PXL, അവിടെ തന്നെ PXL സ്ക്രീനിലൊക്കെ റിയൽ ഡി 3Dയുടെ മോഡുലേറ്ററാണ്. അല്ലെങ്കിൽ കൊച്ചി ലുലുവിലെ സ്ക്രീൻ 6 റിയൽ ഡി 3Dയുടെ മോഡുലേറ്ററാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ കണ്ട സ്ക്രീനിൽ നോർമൽ 3D മോഡുലേറ്ററാണ്. എന്നിട്ടും കിട്ടിയ പടത്തിൻ്റെ ക്വാളിറ്റി കിട്ടിയില്ലേ. അവിടെ രസമുള്ള കൺവേർഷൻ. എനിക്ക് പൊതുവേ കൺവേർഷൻ പടം 3D അങ്ങനെ താല്പര്യമില്ല. ഇപ്പോൾ ഞാൻ കൺവേർഷൻ 3D പടം കണ്ടാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സബ് ടൈറ്റിൽ മാത്രം ഉണ്ടാവും 3D എന്ന് പറയും. പക്ഷേ ഈ പടം കിടിലനായിട്ട് കൺവേർഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ DCP ഇരുന്ന് അയാൾ പണിയെടുത്തിട്ടുണ്ട് കേട്ടോ. സാം റൈമി ഇരുന്ന് പണിയെടുത്തിട്ടുണ്ട്. ഭയങ്കര രസമുള്ള കൺവേർഷൻ. അപ്പം നല്ല ഡെപ്തോടെ കിടിലൻ 3D ആയിരുന്നു പടം. ഞാൻ ഈ സ്ക്രീൻ 6 കണ്ടിട്ട് ഇങ്ങനെ ഞാൻ ആലോചിച്ചു, ഈ പടം ഒന്നെങ്കിൽ IMAX-ൽ ഇറക്കി വെച്ചെങ്കിൽ. പടം ഫിലിംഡ് ഫോർ IMAX അല്ല, IMAX സർട്ടിഫൈഡ് ക്യാമറ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്തതല്ല. എന്നാലും ഇത് ഫ്ലാറ്റ് ആസ്പെക്ട് റേഷ്യോയിലെ ഫിലിമാണ്. ഇത് IMAX-ൽ ഒഫീഷ്യലി ഇറക്കി കഴിഞ്ഞാൽ ഓക്കെ DMR ചെയ്തിട്ടായിരിക്കും പടം കിട്ടാം. IMAX-നേതായ DMR പ്രോസസ്സ് കഴിഞ്ഞിട്ടായിരിക്കും പടം കിട്ടാം. ടോപ്പ് സാധനമായിരിക്കും. ഞാൻ നോർമൽ സ്ക്രീനിൽ കണ്ടിട്ടാണ് പറയുന്നത് ഇങ്ങനെ. ഈ പടം PXL ലിസ്റ്റ് ചെയ്ത് വെച്ചെങ്കിൽ, ഇനി IMAX വേണ്ട, PVR ഫോറം മാളിലെ PXL ലിസ്റ്റ് ചെയ്ത് വെച്ചെങ്കിൽ 4K ലേസർ പ്രൊജക്ഷനാണ്, ഡോൾബി അറ്റ്മോസ് ആണ്, റിയൽ ഡി 3Dയുടെ മോഡുലേറ്റർ ആണ്, ഫ്ലാറ്റ് ആസ്പെക്ട് റേഷ്യോ സ്ക്രീനാണ് കൊച്ചിയിലെ ഏറ്റവും വലിയ സ്ക്രീൻ. PXL പടം കണ്ടു വെച്ചെങ്കിൽ അന്യായ തിയേറ്റർ എക്സ്പീരിയൻസാണ്. ഞാൻ സ്റ്റിൽ പറയാം, നോർമൽ സ്ക്രീനിലാണ് കണ്ടത്. നോർമൽ 3D മോഡുലേറ്റർ യൂസ് ചെയ്യുന്ന ഫോറം മോളിലെ സ്ക്രീൻ 6ലാണ് കാണുന്നത്. ഫ്ലാറ്റ് ആസ്പെക്ട് റേഷ്യോ സ്ക്രീൻ ആയതുകൊണ്ട് ഫുൾ സ്ക്രീൻ കിട്ടും.
ഞാൻ കേട്ടേക്കുന്ന ഈ പടത്തിൻ്റെ 2D വേർഷൻ സ്കോപ്പ് വേർഷനാണ് കൊടുത്തേക്കുന്നത്. 3Dയിലാണ് ഫ്ലാറ്റ് ഇത് കിട്ടുക. അപ്പം എനിക്കൊരു കൺഫ്യൂഷൻ ഉള്ളത് ഇവിടെ എടപ്പള്ളി ലുലുവിൽ 4DX ഉണ്ട് സ്ക്രീൻ. 4DX 3D ആ പടം കളിക്കുന്നത്. അപ്പം 3D ഫ്ലാറ്റ് കണ്ടന്റ് കൊടുത്തേക്കുന്നതെന്ന് കേട്ടാൽ, പക്ഷേ 4DX കൊച്ചിയിലെ സ്ക്രീൻ സ്കോപ്പ് സ്ക്രീനാണ്. അപ്പം എനിക്ക് തോന്നുന്നു 2 സൈഡിലും ബ്ലാക്ക് ബാർസ് വരാനുള്ള സാധ്യതകളുണ്ട്. ഞാൻ നോർമൽ 3D കണ്ട ഞാൻ കണ്ടിട്ട് എനിക്കങ്ങനെ 4DXന് വേണ്ടി കുറച്ച് സീൻസ് ഉള്ളൂ. 4DXൽ അത്ര എൻഗേജിങ് ആയിട്ട് ഇരിക്കുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല ഇല്ല സീക്വൻസ് കണ്ടിട്ട്. ഇതിൽ പ്ലെയിൻ ക്രാഷ് സീൻ, കാരണം ഇതിലെ കേസ് എന്ന് പറയുന്നത് പ്ലെയിൻ ക്രാഷിൽ ഇതായിട്ട് ഒരു പ്ലെയിൻ ക്രാഷ് നടന്നിട്ട് ഒരു ഐലൻഡിൽ ആക്ട്രസും നടനും പെട്ടുപോകും. മെജോറിറ്റിയും പിന്നെ ഇവർ രണ്ടുപേരും വെച്ചിട്ട് പടം പോകുന്നത്. അപ്പോൾ ബോസ് എന്ന് അവരുടെ ബോസും പിന്നെ വർക്കറും. അപ്പം ബോസ് ഭയങ്കര ടോക്സിക് ആയിരിക്കും. പിന്നീട് നടക്കുന്ന സംഭവങ്ങൾ സർവൈവൽ സംഭവമാണ്. പടം കോമഡിയിലാണ്, ഹൊറർ കോമഡി. പടത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് പറഞ്ഞ പ്ലെയിൻ ക്രാഷ് സീൻ, അതുപോലെ തന്നെ കാട്ടുപന്നീനെ പിടിക്കാൻ പോകുന്ന സീനുണ്ട് ഇവിടെ, കീടില്. അതിനുശേഷം ഈ സ്പിയർ വെച്ചിട്ട് കാട്ടുപന്നീനെ പിന്നെ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന സീൻ. 3Dയുടെ കൺവേർഷൻ 3Dയുടെ രസമാണത്. ഭയങ്കര രസമായിട്ട് ഞാൻ ഇതുവരെ കണ്ടതിൽ നല്ല എക്സ്പീരിയൻസ് കിട്ടിയത് ഈ പടം. ഞാൻ അത് നോർമൽ സ്ക്രീനിൽ കണ്ടിട്ടാണ് ഞാൻ അതിശയിച്ചിരിക്കുന്നത്. അതെനിക്ക് ഇന്നലെ വീഡിയോ എടുക്കണമെന്ന് തോന്നിയത്. പടം റേറ്റഡ് ആണ്. പടം വയലൻസും ഉണ്ട്. പടത്തിൽ ഒരു ന്യൂഡിറ്റി ഉണ്ട്, ന്യൂഡായിട്ടുള്ളൊരു സീൻ കാണിക്കുന്നുണ്ട്. നായകൻ ബാക്ക് സൈഡായിട്ട് ഇപ്പോൾ ബീച്ചിൽ കുളിക്കുന്നൊരു ഇതിൽ ബാക്ക് സൈഡ് മുഴുവൻ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വയലൻസ് ആണ് മെയിൻ ഹൈലൈറ്റ് പടത്തിൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ന്യൂഡിറ്റി ഉണ്ട്, അത് പ്രശ്നം തന്നെയാണ്. അപ്പോൾ പിള്ളേരെ കൊണ്ടുവന്ന് കാണിക്കരുത് പടം ഇതെനിക്ക് തോന്നുന്നത് സാധാരണ സ്ക്രീനുകളിൽ പടം പ്ലേ ചെയ്യുന്നില്ല, മൾട്ടിപ്ലെക്സിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്കങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് പോയി കണ്ടു. ഇതെന്തായാലും പടം നിങ്ങൾക്ക് OTT വരുമ്പോൾ ട്രൈ ചെയ്യുക. ബട്ട് ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടാണ്ടിരിക്കുമോ, ബട്ട് ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് ഒഴിവാക്കാൻ പറ്റാത്തൊരു പടമാണ്. പടം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കാം, പക്ഷേ തിയേറ്റർ എക്സ്പീരിയൻസ് ഇത് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. അത്രയും കിടിലൻ DCP ആണ് പടത്തിൻ്റെ വന്നേക്കുന്നത്. കാരണം ഞാനൊരു നോർമൽ ചെറിയ ഫ്ലാറ്റ് സ്ക്രീനാണ് ഞാൻ കണ്ടത്. ഫ്ലാറ്റ് സ്ക്രീൻ ആയതുകൊണ്ട് ഫുൾ ഇത് കിട്ടും, ബട്ട് സ്റ്റിൽ അത് ചെറുതാണ്. ഞാൻ ആലോചിച്ചു PXL ഇത് ലിസ്റ്റ് ചെയ്ത് വെച്ചെങ്കിൽ ഒരു ഷോ എങ്കിലും PXL കൊടുത്തേച്ചെങ്കിൽ, അല്ലെങ്കിൽ ഇത് IMAX DMR ഇതൊക്കെ വന്ന കണ്ടന്റ് ആണെങ്കിൽ, നോർമൽ ഇതിൽ പോലും കിടിലൻ 3D എക്സ്പീരിയൻസ്. അപ്പോൾ ഇതായിരുന്നു എനിക്ക് പടം. അന്യായ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പടം കണ്ട് ഫസ്റ്റ് ഹാഫ് ഇറങ്ങിയത് തന്നെ കിളി പോയിട്ടാണ്, അത്രയും നല്ലത്. സെക്കൻഡ് ഹാഫും കിടിലൻ പടം. ബട്ട് OTT കാണുമ്പോൾ 3Dയിൽ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. ഫോണിൽ ചെറിയൊരു 5 ഇഞ്ച് ഫോണിൽ കാണാമെന്ന് പറഞ്ഞാൽ 3Dയിൽ പറ്റില്ല. ആ ഒരു സൗണ്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല പ്രോപ്പർ. അത് തിയേറ്ററിൽ തന്നെ ഈ പടം എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് എൻ്റെ ഒപ്പീനിയൻ.